ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാർ ഉടൻ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിക്കും. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി ഇന്ന് 90 ദിവസം പൂർത്തിയാകുന്നതോടെ വരും ദിവസങ്ങളിൽ ദ്വാരപാലക ശില്പക്കേസിലും സ്വാഭാവിക ജാമ്യം തേടും. അതേസമയം കേസിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസും ജാമ്യഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചു. കഴിഞ്ഞ നവംബർ 20-ാം തീയതിയാണ് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാർ അറസ്റ്റിലാകുന്നത്. പിന്നാലെ ദ്വാരപാലക ശില്പക്കേസിലും SIT അറസ്റ്റ് രേഖപ്പെടുത്തി. പത്തനംതിട്ടയിലെ CPMന്റെ മുതിർന്ന നേതാവ് കൂടെയാണ് എ പത്മകുമാർ. പാർട്ടിയെ വളരെയധികം പ്രതിരോധത്തിലാക്കിയ അറസ്റ്റായിരുന്നു പത്മകുമാറിൻ്റേത്. കട്ടിളപ്പാളി കേസിൽ ഇന്ന് റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയാവുകയാണ്. ഇതോടെ സ്വാഭാവിക ജാമ്യം തേടി വിജിലൻസ് കോടതിയെ സമീപിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും N വാസുവും അടക്കം 5 പ്രതികൾ ഇതിനോടകം ജാമ്യം ലഭിച്ച് ജയിൽ മോചിതരായിരുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ കാരണമായത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസും ജാമ്യ നീക്കവുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുൻപ് ഒരു പ്രാവശ്യം റിമാൻഡ് നീട്ടാൻ ശങ്കരദാസിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജിയിൽ വിജിലൻസ് കോടതി നാളെയാണ് വിധി പറയുക. ജനം, കൊല്ലം.